മക്കളെ ശാന്തമ്മ വന്നത് കുറേ മത്തി കിട്ടിയിട്ടുണ്ട്. നല്ല ഇണറുള്ള മത്തി. അത് നമുക്ക് നല്ലോണം മസാലയെല്ലാം ചേർത്ത് പൊരിച്ചെടുക്കാലോ. എന്നാൽ മുറിക്കട്ടെ. നല്ല ഇണറുണ്ട് കണ്ടോ. ആ നല്ല ഇണറുള്ള മത്തി. ആ മത്തിക്കൊക്കെ ഇപ്പം വില കൂടുതലാണ്. നമുക്കിത് വാങ്ങാണ്ടിരിക്കാൻ പറ്റിയല്ലോ. ഇണറ് 2 തരമുണ്ട്. മുട്ടേൻ്റെ രീതി വേറെ. മുമ്പെല്ലാം കുട്ടികൾ മീൻ മുറിക്കുമ്പോൾ പ്ലാവില എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ ഞങ്ങൾക്കെല്ലാം അമ്മ പ്ലാവില കുമ്പിൾ കുത്തിയിട്ട് അതിലിട്ടിട്ട് അടുപ്പിൽ വെച്ച് ചുട്ടിട്ട് തരും. നല്ല സാധായിരിക്കും. ഇപ്പം ആരും അതിനൊന്നും നിൽക്കുന്നില്ല. എനിക്കൊരു മത്തീൻ്റെ വലിപ്പം വലിയ മത്തി. ഈ മത്തി ചുട്ട് തിന്നാനും കണ്ടത്തിൽ ചമ്മലിന് തീയിട്ട് തീക്കായുമ്പോൾ മത്തി ചുട്ട് തിന്നു. കെഴുകയും കൂടിയില്ല മുമ്പത്തെ കാലം. ഇപ്പം അതെല്ലാം നമുക്ക് പറയുമ്പോൾ എന്തോ ഒരു മടുപ്പാണ്. നന്നായിട്ട് ഇപ്പം പിന്നെ അങ്ങനെ ചുട്ട് തിന്നണമെങ്കിൽ കഴുകിയിട്ടല്ല നമ്മൾ അന്ന് തിന്നുകയില്ല. നല്ല പാളുന്ന തീയിലിട്ട് ചുട്ടിട്ട് തിന്നുക. ചിലവർ മത്തി കൂട്ടാത്ത ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടമല്ല മത്തി. മത്തീൻ്റെ ഒടി നമുക്കൊരു കപ്പപ്പുഴുക്കും കൂടി ഉണ്ടാക്കിയാലോ. നല്ലോണം നീളത്തിൽ മുറിച്ചിട്ട്, മുമ്പ് കാലത്ത് അങ്ങനെയാണ്, നീളത്തിൽ മുറിച്ചിട്ട് ഒരു കപ്പപ്പുഴുക്കും കൂടി ഉണ്ടാക്കണം. നമുക്ക് ഉണ്ടാക്കണേ. കുറച്ച് കുറേ ദിവസമായി വീഡിയോ ഇടായിട്ട് എല്ലാവരും പറയുന്നു. ഈ മത്തി ഇപ്പോൾ ഇണറായാൽ പൊരിച്ചാൽ അത് കിട്ടും. അധികാലം കത്രിക വെച്ചിട്ടാണ് മീൻ മുറിച്ചെടുക്കുക. എളുപ്പം കഴിയും. പിന്നെ അരിവാൾ കൊണ്ടാകുമ്പം കാലിന് വെച്ചിട്ട് നല്ലോണം തുളിയെല്ലാം പോക്കാൻ എനിക്ക് നല്ല സൗകര്യമാണ്. എന്നാൽ ഇപ്പോഴും മക്കൾക്ക് കാണുകയും ചെയ്യാമല്ലോ. അരിവാൾ തന്നെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരും ഉണ്ടാവും. ചെറിയ മക്കൾക്കൊന്നും അരിവാൾ എന്താണെന്ന് അറിയില്ല. മത്തി എൻ്റെ മുളകും തേക്കെല്ലാം ഇട്ടാൽ നല്ലതാണ്. മത്തീൻ്റെ ഈ ഇതുകളെല്ലാം, മത്തീൻ്റെ തല നല്ല പോഷകാംശമുള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെ മത്തി മുറിച്ച് റെഡി ആയിട്ടുണ്ട്. മുറിച്ച മത്തീന് കഴുകാൻ പോകാന്ന്. നല്ല മത്തിയാണ്. നല്ലോണം ഉപ്പും മഞ്ഞളെല്ലാം ചേർത്ത് കഴുകി മോശമൊന്നും ആക്കിയില്ല. നല്ല മത്തി. ഇതിന് കുറച്ച് ഇണറുണ്ടല്ലോ, അതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട്. ഒരുപാട് ഇണറുണ്ട് കണ്ടോ. ഇത് മത്തീൻ്റെ ഇണറാണ്. നിങ്ങളെ നാട്ടിൽ ഇതിനെന്തെന്നാന്ന് പറയുക, കമൻറ്റ് ചെയ്യും. അങ്ങനെ മത്തി മുറിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി മസാല പരക്കി കുറച്ച് സമയം വെച്ചിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, ഇഞ്ചി പേസ്റ്റാക്കിയത്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല കളറില്ലേ, നല്ല കളറുണ്ട്. എന്നിട്ടത് കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ പെരക്കിയ മത്തി നല്ലോണം പെരക്കി എല്ലാവരുടെയും മസാല പിടിച്ച് കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെക്കുക. എന്നിട്ട് മസാലയെല്ലാം പിടിച്ചാൽ നമുക്കിത് കഴിക്കുമ്പോൾ നല്ല സ്വാദ് കിട്ടും. നല്ല ഉപ്പേരിയെല്ലാം പിടിച്ചിട്ടുണ്ടാവും. കാണുമ്പം തന്നെ നാവിൽ രുചി ഊറുന്നുണ്ട്. ഇത് പൊരിക്കുകയും കൂടിയും ചെയ്താൽ ഇതിൻ്റെ കഥ പറയണ്ട. നല്ല ഷേപ്പില്ലേ, മത്തി മുറിച്ചിട്ട് നല്ല ഷേപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് മത്തിയാന്നൊന്നും മനസ്സിലാകില്ല. ഇതെന്നാ സാധനം നല്ലതില്ലേ. ഇനി നമ്മൾ ഇണറും കൂടി ആ കൂട്ടത്തിൽ മസാല കരക്കി വെക്കാം. ഇതിൽ ഈ മസാലകളെല്ലാം കൂടി ഒന്ന് ചേർത്ത് അത് മത്തീൻ്റെ ഇണറാ. നമുക്ക് ഇനി ഒരു ദിവസം ഒരു മത്തിക്കറി ഉണ്ടാക്കണം. ഒരു ദിവസം ഇത് കഴിഞ്ഞിട്ട് നല്ല മത്തി കഷ്ണം മുറിക്കാണ്ടുള്ള ഒരു മത്തിക്കറി. അങ്ങനെ മത്തി മുറിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിതിൻ്റെ മസാല ഇടുക. ആദ്യം കുറച്ച് ഉപ്പിടുക, മഞ്ഞൾ, കുറച്ച് കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. എന്നിട്ട് കുറച്ച് ഇഞ്ചി പേസ്റ്റാക്കിയത്.
അങ്ങനെ മത്തി മസാലയെല്ലാം പുരക്കി നല്ല എരിവെല്ലാം പിടിച്ച് ഇതിന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് അതിലേക്ക് അങ്ങനെ മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കട്ടെ. വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയാണ്, കുറച്ചാവുന്നുണ്ട്. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കിനി ഓരോന്നായിട്ട് മത്തി ഇതിലേക്ക് ഇത് കറിവേപ്പില, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മത്തി പൊരിച്ചിട്ട് ഈ ഇല ഓരോന്നായി തിന്നാൽ എന്താ രസം എന്നാ, ചമച്ചിറക്കി അങ്ങോട്ട് തിന്നാം. നല്ലതില്ലേ കാണുകയെ, നന്നായിട്ട് ചെറിയ തീയിൽ ഇത് പൊരിച്ചെടുക്കുക. ഇപ്പം തന്നെ വായിൽ രുചി ഊറുന്നുണ്ട്. ഇത് തിന്നുകയും കൂടിയും ചെയ്താൽ പിന്നെ ഇതിൻ്റെ കഥ പറയുകയും വേണ്ട. ഒക്കെ വയസ്സന്മാരൊന്നും പൊരിച്ച മീൻ കൂട്ടാക്കിയില്ല. എന്നാൽ പിന്നെ നമുക്ക് ഒരു ഇല കൊണ്ടൊന്ന് മൂടി വെക്കണം. ഈ ഇല കൊണ്ട് നമ്മൾ കുമ്പിടുത്തി മൂടുക. എന്താ വെച്ചാൽ നാക്കൽ നമ്മൾ ചെയ്യണ്ട, അതൊരിതാണ്. ഇങ്ങനെ കുമ്പിടുത്തി മൂടുക. ഇതെല്ലാം വീഡിയോ ചെയ്യുമ്പം കുട്ടികൾ പറയും ഇതല്ലേ ഇടുന്ന ശാന്തി എടുത്തി അറിഞ്ഞതെന്ന്. ഞാൻ പറയും ഞാൻ തന്നെ ചെയ്യുന്നതാ, ആരും പറഞ്ഞിട്ടല്ല. കുറച്ച് നല്ല മഴ തന്നെയാണല്ലോ, നല്ലോണം പെയ്യുന്നുണ്ട്. വെള്ളം കണ്ടില്ലേ ഇവിടെയെല്ലാം എന്ത് വെള്ളമെന്നാ, നല്ലോണം കുത്തി വലിച്ച് പെയ്യുന്നുണ്ട്. മക്കളെ, മത്തി ഒരു ഭാഗം പൊരിഞ്ഞ് നമ്മളിനി ഇത് നമുക്ക് മറിച്ചിടാം. ഓരോന്നായിട്ട് മറിച്ചിടാം. ഇത് തിന്നുകയും കൂടിയും ചെയ്താൽ പിന്നെ പറയുകയും വേണ്ട. ഇത് അവിടെ അടുത്ത് ഞാൻ മത്തി പൊരിച്ചു കൊടുത്തീനെ. അയില അവിടുത്തെ മാഷ് പറയുക എന്താ ടേസ്റ്റ് ശാന്ത മത്തി, നീ അയില പൊരിച്ചിട്ട് അടുത്തുള്ളതാ ആ മാഷ വീട്ടിൽ. നല്ല നന്നായിരിക്കുന്നു. അധികം ഇഷ്ടപ്പെട്ടു കഴിക്കുന്നറിയാം. സ്നേഹമോളെ ഭർത്താവ് അഭിമാഷ്. അതുകൊണ്ട് മത്തി പൊരിക്കുന്നതിൽ ഫസ്റ്റ് എനിക്കാ. മത്തിക്കിപ്പം പേര് മാറും, ഓമനക്കുട്ടെന്നാവും. മത്തി ഏതാണ്ട് റെഡിയായി. നമുക്ക് ഒരു കപ്പ പൊയ്ക്കും കൂടി ഉണ്ടാക്കണം മക്കളെ. നീളത്തിൽ മുറിച്ചിട്ടിട്ട് നീളത്തിലാക്കി മുറിച്ചിട്ടിട്ട് മുമ്പ് കാലം എങ്ങനെയാണ് നീളത്തിലാക്കി മുറിച്ചിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയെല്ലാം ചേർത്തിട്ട് നല്ലതായിട്ടൊരു കപ്പ പൊയ്ക്ക് ഉണ്ടാക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പില ഇതിലേക്ക് മാറ്റി വെക്കുക. പിന്നീട് ഇങ്ങോട്ട് തന്നെ എടുത്ത് ഇതിലേക്ക് ചെയ്യുക. അങ്ങനെ മറിച്ചിട്ടിട്ട് കിട്ടുന്നുണ്ട്. കുറച്ച് കുരുമുളക് ഇതിലേക്ക് ഇടുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടുത്ത ആഴ്ചയുണ്ടല്ലേ നല്ല ഈ മത്തി, ഇങ്ങനത്തെ തന്നെ മത്തി വാങ്ങിയിട്ട് നമുക്കൊരു മത്തിക്കറി ഉണ്ടാക്കണം. തേങ്ങ അരച്ചിട്ടുള്ള മത്തിക്കറി. മാങ്ങ, നാടൻ മാങ്ങ കിട്ടും. അന്നേരം നമുക്ക് മത്തിക്കറി കുറച്ചൊന്നും മുടി വെക്കട്ടെ. മത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ഈ ചട്ടി തന്നെ നമുക്ക് കിണറൊന്ന് പൊരിച്ചും കൊടുക്കണം. അതിനെ ഒരു കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് ഇത് അടുപ്പത്ത് വെക്കുമ്പോൾ കുറേ പൊട്ടിത്തെറിയെല്ലാം ഉണ്ടാവും, മേലേക്ക് തെറിച്ച്. ഇനി നമുക്ക് നേരത്തെ ആക്കി വെച്ച കറിവേപ്പിലുണ്ടല്ലോ, അത് ഈ മത്തി തന്നെ ഇതിലേക്ക് തന്നെ വെക്കുക. എന്നാൽ നല്ല കിട്ടും കറിവേപ്പില. ഇത് നമ്മൾ പൊന്തിച്ച് നോക്കി ഇതിൻ്റെ സ്ഥിതി എന്തായി, നല്ലതായി. നമ്മളിനി ഇതിപ്പോൾ ഒന്ന് മറച്ച് നോക്കുക. ഇങ്ങനെയല്ലേ കിട്ടൂ. ഈ ചെറിയ മക്കൾ അടുത്തുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മക്കൾക്ക് കിണർ എന്താണെന്ന് തന്നെ അറിഞ്ഞൂടാ. മീനിൻ്റെ കിണർ എന്തെന്നാന്ന് മക്കൾക്ക് അറിയാൻ പറ്റും എനിക്ക് ഇപ്പോൾ ഇക്കാലത്ത്. പിന്നെ അത്യാവശ്യം മക്കൾക്ക് അറിയാമായിരിക്കും. കിണർ റെഡി ആയിട്ടുണ്ട്, ഇങ്ങോട്ട് മാറ്റി വെക്കുന്ന. അങ്ങനെ മത്തി പൊരിച്ചെടുത്തിട്ടുണ്ട്, നല്ലതായി വന്നിട്ടുണ്ട്. നമുക്ക് നല്ല മത്തിയാണ്. ഇത് പൊരിച്ച് വെക്കുമ്പോൾ കുറവായിട്ടാണ് കാണുന്നത്. നിറച്ചുണ്ടായിരുന്നു ചട്ടി നിറയെ. എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുവിൻ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് ശാന്തമ്മ തിരിച്ചു വരാം.